വീണ്ടും നമുക്ക് ചൊവ്വാഴ്ച കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തിനായ ദൈവത്തിന് നന്ദിയും കരയറ്റുന്നു. ദൈവത്തിന്റെ ചിന്തയ്ക്കായിട്ട് നമ്മളൊക്കെ നമ്മുടെ ശ്രദ്ധയിലിരിക്കാം. കൊലസ്ലേഖനമാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 3-ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങൾ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ മുമ്പത്തെ ചൊവ്വാഴ്ച നിർത്തി. കൊലസ്ലേഖനം 3-ാം അധ്യായം 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നിർത്തി. ഇനി അവിടെ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. നമ്മള് കൊലസ്ലേഖനത്തിലെ വിവിധ ഭാഗങ്ങൾ വിവിധ തലക്കെട്ടുകളിലൂടെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടും പല ഭാഗങ്ങളായിട്ടൊക്കെ ദീർഘമാസങ്ങളായി നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒടുവിൽ പുതിയ മനുഷ്യന്റെ പുതിയ ജീവിതത്തെ കുറിച്ച്, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്ന പുതിയ മനുഷ്യന്റെ ജീവിത നിലവാരത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എലമെന്റ്സ് ഓഫ് ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ്. അത് ഇതിനകത്ത് ഏറ്റവും പ്രധാന ഘടകങ്ങളായ മൂന്നായിട്ട് അതിനെ തിരിച്ച് നമുക്ക് ചിന്തിപ്പാൻ സാധിച്ചു. 1 പേഴ്സണൽ ഹോളിനെസ്, 2 എ ലവിങ് ആറ്റിറ്റ്യൂഡ്, 3 എ താങ്ക്ഫുൾ ഹാർട്ട്. ഈ 3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വീണ്ടും അതുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഞാൻ 18-ാം വാക്യത്തിലേക്ക് കടന്നത്. അങ്ങനെ ഇത് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശമാണ്. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവികമായ പ്രവർത്തികളെല്ലാം ഫലവത്താകുന്നത്, അതെല്ലാം പ്രൊഡക്റ്റീവ് ആകുന്നത്, ഫ്രൂട്ട്ഫുൾ ആകുന്നത് ഈ ന്യൂ ക്രിയേച്ചർ അല്ലെങ്കിൽ ന്യൂ ക്രിയേഷനായി തീർന്ന, ന്യൂ പേഴ്സണായി തീർന്ന നമ്മൾ ഒരു ന്യൂ ലൈഫ് നയിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ ഫലം കായ്ക്കുന്നതെന്ന് നമ്മളെ പറയുന്നതിന്റെ വിശദമായ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ദൈവത്തിന് വേണ്ടി ഫലം കൊടുക്കുന്നുണ്ടോ, ഒരാൾ ദൈവത്തിന് വേണ്ടി പ്രൊഡക്റ്റീവ് ആകുന്നുണ്ടോ, ഫ്രൂട്ട്ഫുൾ ആകുന്നുണ്ടോ എന്നുള്ളത് അവരെ എങ്ങനെയാണ് വിലയിരുത്തി ചോദിച്ചാൽ അവരുടെ ജീവിത ബന്ധങ്ങളിൽ, അവരുടെ പേഴ്സണൽ ഹോളിനെസ്സിലൂടെ മറ്റുള്ളവരോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ദൈവത്തോടുള്ളവരുടെ ഹൃദയം എങ്ങനെയാണ്, സോഷ്യൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, സാമൂഹിക ബന്ധം എങ്ങനെയാണ്, ഇവയെല്ലാത്തിലൂടെയാണ് ഒരു പുതിയ മനുഷ്യൻ വെളിപ്പെടേണ്ടത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ഒരിക്കലും ജനിക്കപ്പെട്ട കുഞ്ഞിനെ, ഗർഭാശയത്തിൽ ജനിക്കപ്പെട്ട കുഞ്ഞിനെ 9 മാസത്തിന് ശേഷം പുറത്തു വന്നിട്ട് കുറച്ച് മാസങ്ങളൊക്കെ നമ്മൾ അകത്ത് പരിപാലിപ്പിച്ചിട്ട് കഴിയുമ്പോൾ അതിന്റെ വളർച്ച അനുസരിച്ച് അത് ലോകത്തോട് ബന്ധപ്പെട്ട് തുടങ്ങും, സമൂഹത്തോട് ബന്ധപ്പെട്ട് തുടങ്ങും, കുടുംബത്തോട് അപ്പൊ ആ കുഞ്ഞിന്റെ വളർച്ച ലോകമാണ്. ഒരു കുഞ്ഞിന്റെ ജനനം ഉണ്ടായി, അതിന്റെ വളർച്ച, അതിന്റെ ലോകം അറിയുന്നത് അതിന്റെ പെരുമാറ്റവും ബന്ധങ്ങളിലൂടെയാണ് അതിന്റെ വ്യക്തിത്വം രൂപപ്പെടുന്നതും. ഒരു കുഞ്ഞ് ജനിച്ചതിന്റെ സന്തോഷം കൊണ്ട് മാത്രം സന്തോഷം പൂർണ്ണമാകുന്നില്ല, പിന്നെയോ അതിന്റെ വളർച്ചയാണ് ആ ജനനത്തിന്റെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നതും. അതിന്റെ വ്യക്തിത്വം, അത് സമൂഹത്തിൽ, കുടുംബത്തിലുള്ള സ്വാധീനം, സ്ഥാനം, പ്രത്യേകതകൾ, ആ ഗുണങ്ങൾ, സ്വഭാവ സവിശേഷതകൾ എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് പ്രയോജനപ്പെടുന്നത്, എങ്ങനെയാണ് സഹോദരങ്ങൾ ഗുണപ്പെടുന്നത്, എങ്ങനെയാണ് സമൂഹത്തിൽ ആയിരിക്കുന്നത്, ഈ വക കാര്യങ്ങളിലാണ് ഒരു കുഞ്ഞിന്റെ ജനനം സമ്പൂർണ്ണ അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണതയുള്ള സന്തോഷകരമായി തീരുന്ന അനുഭവങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന പോലെ തന്നെ നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ ഓർക്കണം, കർത്താവിനാൽ വീണ്ടും ജനിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീണ്ടും ജനനം കൊണ്ട് മാത്രം പലരും ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുന്നതിനോട് തന്നെ അവസാനിപ്പിക്കുക. വീണ്ടും ജനിക്കപ്പെട്ടു, കർത്താവിനോട് ചേർന്നു, സ്നാനമേറ്റു എന്നുള്ള ഒറ്റ കാര്യത്താൽ അവിടെ കൊണ്ട് ക്രിസ്ത്യ ജീവിതത്തിന്റെ അടുത്ത തലത്തിലേക്ക് കയറാൻ കഴിയാതെ, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയാതെ പല മനുഷ്യന്റെ ദൈവമക്കളുടെ ജീവിതവും അവിടെ മുരടിച്ചു പോകുമ്പോൾ അപ്പോസ്തലന്മാർ ലേഖനങ്ങളിലൂടെ ശക്തമായി ആഹ്വാനം ചെയ്യാണ്, വീണ്ടും ജനിക്കപ്പെട്ടവർ ദൈവത്തിന് കൊള്ളാവുന്നവരായി തീരുന്നത് എങ്ങനെ എന്നാണ് നാം ഈ കൊലോസ്യ ലേഖനത്തിന്റെ 2-ാം ഭാഗത്തിലൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം നമ്മുടെ വ്യക്തിപരമായ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുമ്പോൾ അത് ആർക്കാണ് മഹത്വമാകുന്നത്? ദൈവത്തിന് മഹത്വമാകും. നാം മറ്റുള്ളവരോട് സ്നേഹ മനോഭാവത്തോടെ, കരുണയോടെ, സൗമ്യതയോടെ, ദയയോടെ, താഴ്മയോടെ ഇടപെടുമ്പോൾ അതിന് ആർക്കാണ് മഹത്വം പോന്നേ? ദൈവത്തിന് മഹത്വം പോകും. നാം പരസ്പരം സ്നേഹിക്കുമ്പോൾ ലോകം എന്ത് കാണും? നാം കർത്താവിന്റെ ശിഷ്യനെന്ന്. അപ്പോഴും മഹത്വം ആർക്കാം? കർത്താവിന് മഹത്വം പോകും. നാം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിൽ അടുത്ത് ചെല്ലുമ്പോൾ അതിന്റെ ഗ്ലോറി ആർക്കാണ്? അതിന്റെ മഹത്വം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവത്തിന് കൊള്ളാവുന്ന ജീവൻ നയിപ്പാൻ ഒരു പുതിയ ജനനം നടന്നാൽ മാത്രം പോരാ. പിന്നെയോ ആ പുതിയതായി ജനിക്കപ്പെട്ടവർ, അവർ കഴിഞ്ഞ നാളിൽ നിന്ന് വ്യത്യസ്തമായതും തികച്ചും നമുക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയത്തില്ലായിരിക്കാം ഈ ഒരു ജീവിത ശൈലി. പക്ഷെ ദൈവത്തിന്റെ ഹിതം ഇതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം അവലംബിക്കുന്ന പുതിയ ജീവിത ശൈലിയെ കുറിച്ചാണ് നമ്മൾ നിരന്തരമായി എല്ലാ ലേഖനങ്ങളുടെയും 2-ാം ഭാഗത്തിലൂടെ
ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പുതിയ ജനനം കൊണ്ട് നമുക്ക് സംതൃപ്തി ഉണ്ടാവും, നമുക്ക് സന്തോഷം ഉണ്ടാവും. പക്ഷെ ദൈവത്തിന് സംതൃപ്തിയും സന്തോഷവും ആനന്ദവും ഉണ്ടാകണമെങ്കിൽ പുതുതായി ജനിക്കപ്പെട്ടവർ പുതു ജീവിതത്തിന്റെ ഉടമകളായി മാറണം. ഒരു ന്യൂ ലൈഫ് നയിക്കാത്തടത്തോളം കാലം ഒരു ന്യൂ ക്രിയേഷൻ കൊണ്ട് കർത്താവിന് എന്ത് പ്രയോജനം? ദൈവത്തിന് പ്രയോജനമുള്ള ജീവൻ നയിപ്പാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. കേവലം ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടു എന്നുള്ള നമ്മുടെ ആത്മസംതൃപ്തി കൊണ്ട് ഒരിക്കലും ദൈവത്തിന് ഗുണമുണ്ടാകുന്നില്ല, ദൈവരാജ്യത്തിന് വിശാലത ഉണ്ടാകുന്നില്ല. ദൈവരാജ്യത്തിന്റെ വിശാലതയും ദൈവരാജ്യത്തിന്റെ അതേ ഉയർച്ചയും ഇരിക്കുന്നത് വീണ്ടും ജനിക്കപ്പെട്ട ഓരോ ദൈവത്തിലും ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ ശിഷ്യൻ എന്ന പദവിയിലേക്ക് വരികയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിത ശൈലി അവലംബിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത്, ദൈവത്തിന് സംതൃപ്തി ഉണ്ടാകുന്നത്. ഞാൻ ജനിപ്പിച്ച എന്റെ മക്കൾ എന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. പുതിയ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹമല്ല ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു, പിന്നെയോ പുതിയ സൃഷ്ടികളായി തീർന്ന സമൂഹം, പുതിയ ജീവിത ശൈലി നയിക്കുന്ന ആ സമൂഹമാണ് ദൈവത്തിന് പ്രയോജനവും ദൈവത്തിന് ഫലം കൊടുക്കുന്ന സമൂഹം. അതുകൊണ്ട് നാം പുതിയ സൃഷ്ടികളാണെന്നുള്ള അത് കൂടാതെ നമുക്ക് പുതിയ ജീവിതം നയിക്കാൻ കഴിയത്തില്ല, അത് വാസ്തവമാണ്. പുതിയ സൃഷ്ടി ഇല്ലെങ്കിൽ പുതിയ ജീവിതമില്ല. പക്ഷെ പുതിയ സൃഷ്ടിയാണോ, നിശ്ചയമായി നമുക്ക് എന്തുണ്ടായിരിക്കണം? പുതിയ ജീവിത ശൈലി. നാം ന്യൂ ക്രിയേഷൻ ആണോ, നമുക്കൊരു ന്യൂ ലൈഫ് ഉണ്ട്. പഴയത് കഴിഞ്ഞു പോയി എന്ന് നാം കൊരിന്ത്യ ലേഖനത്തിൽ ആവർത്തിച്ച് എല്ലാ രക്ഷിക്കപ്പെട്ടവരും സാക്ഷ്യത്തിൽ ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ പഴയതെല്ലാം കഴിഞ്ഞു പോയി, സകലതും പുതുതായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ പഴയതിനെല്ലാം തുടർച്ചയാക്കി ജീവിതത്തിൽ വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നു. ദൈവം അതിശയിക്കുകയാണ് നോക്കിയിട്ട്, എന്താണ് ഇവരുടെ ജീവിതത്തിൽ പുതുതായി? അങ്ങനെയാണോ? അങ്ങനെ ഒരു സമൂഹമാണ് ഇന്ന് കാണുന്നത്. പുതുതായി ഒന്നും കാണാനില്ല, പുതുതായ സംസാര രീതിയില്ല, പുതുതായ ജീവിത രീതിയില്ല, ഭാര്യ ഭർത്താവിനോട് ഇടപെടുന്നതിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല, അപ്പൻ മക്കളോട് ഇടപെടുന്നതിൽ, മക്കൾ അപ്പനോട് ഇടപെടുന്നതിൽ, ബോസിനോട് നമ്മൾ ഇടപെടുന്നതിൽ, അല്ലെങ്കിൽ ബോസ് നമ്മളോട് ഇടപെടുന്ന ഒരു ഓഫീസ്, ഒരു വർക്ക് പ്ലേസിൽ ഒരു പുതിയ സൃഷ്ടിക്ക് ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ, ഒരു കുടുംബത്തിൽ ഒരു പുതിയ സൃഷ്ടിക്ക് ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ, സഭയിൽ ഇല്ലെങ്കിൽ, പിന്നെ എന്താണ് പുതിയ സൃഷ്ടി കൊണ്ട് അർത്ഥമാക്കുന്നത്? നാം എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പോസ്തലൻ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പഴയതെല്ലാം കഴിഞ്ഞുപോയി, സകലതും പുതുതായി തീർന്നിരിക്കുന്നു എന്ന് നാം പറയുന്ന ആ വാക്യങ്ങളുടെ ഉദ്ധരണിയിലും ആ പ്രസ്താവനയിലുമാണോ ഇരിക്കുന്നത്? അതോ വാസ്തവമായി ന്യൂ ക്രിയേഷന്റെ, ന്യൂ ലൈഫിന്റെ ക്വാളിറ്റി ആണോ എന്ന് നാം പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് രാത്രി ഈ ദൈവ പഠനങ്ങളൊന്നും നമുക്ക് ആവർത്തന വിരസതയായി തീരാതിരിക്കട്ടെ. കാരണം ഓരോ ദിവസവും ന്യൂ ലൈഫ് നയിക്കുക എന്നുള്ളത് വീണ്ടും തന്നെ ഒരിക്കലായി നടക്കുന്ന കാര്യമാണ്. ഒരു മൊമെന്റിൽ, ഒരു 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 നിമിഷ നേരം കൊണ്ട്, വിശ്വസിക്കുന്ന നിമിഷം പരിശുദ്ധാത്മാവിന്റെയും വചനത്തിന്റെയും സംയോജനത്താലും അതെ ചേർന്നുള്ള പ്രവർത്തനത്താലും വിശ്വാസത്താൽ നമ്മളുടെ ഉള്ളിൽ ഒരു പുതിയ മനുഷ്യൻ വീണ്ടും ജനിക്കുമ്പോൾ, എന്നാൽ ഒരു പുതിയ ജീവിതം അങ്ങനെയല്ല. ഒരു പുതിയ ജീവിതം നിമിഷം തോറും ദിനം തോറും വാർത്തെടുക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അത് ഒരു ആജീവനാന്ത പ്രക്രിയ. വീണ്ടും ജന്മം ഒരിക്കലായി നടക്കുമ്പോൾ വീണ്ടും ജനിക്കപ്പെട്ടവരുടെ പുതുജീവിതം ദിനം തോറും മരണം പര്യന്തം, ജീവപര്യന്തം നടന്നുകൊണ്ടേയിരിക്കേണ്ട രൂപാന്തര പ്രക്രിയ. അകത്ത് നടക്കുന്ന വീണ്ടും ജനത്തിന്റെ രൂപാന്തര പ്രക്രിയയിൽ ഒരു നിമിഷം കൊണ്ട് നടക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു നൊടി നേരം കൊണ്ട് നടക്കുന്നുവെങ്കിൽ, ഒരു ജീവൻ ഉളവാകുന്ന പോലെ തന്നെ ഒരു പുതിയ സൃഷ്ടി ഉളവാകുന്നു. പക്ഷേ നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുന്ന ആ നിമിഷം എന്ന് പറയുന്നത് അതൊരു നിമിഷം കൊണ്ട്, ഒറ്റ നിമിഷം കൊണ്ട് ഗർഭാശയത്തിന്റെ ഭിത്തികൾ ജീവൻ പിടിച്ചു പറ്റുന്ന പോലെ അത് ആണെങ്കിൽ, പിന്നീടുള്ള അതിന്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു ആജീവനാന്ത പ്രക്രിയ പോലെയാണ്. ഇതുപോലെ ഓരോ ദൈവത്തിലും വീണ്ടും ജനനം അത് ഒറ്റ നിമിഷം കൊണ്ട് സംഭവിക്കുന്നു. എന്നാൽ ആ വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിലെ പുതുജീവിതം ഓരോ ദിവസവും അതിങ്ങനെ ഗ്രാജുവലി ട്രാൻസ്ഫോർമേഷനിലൂടെ, നിരന്തരമായ രൂപാന്തര പ്രക്രിയയിലൂടെ ഇങ്ങനെ എന്താ പറയണ്ടേ, തേച്ച് മിനുക്കിയെടുക്കുന്ന പോലെ വിളങ്ങി 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 ജീവിത ശൈലി മാറിക്കൊണ്ടേയിരിക്കണം. എന്താ? ആ ക്രിസ്തുയേശുവിന്റെ സ്വഭാവത്തിന്, ജീവിതത്തിന് അനുരൂപരാകുന്ന പ്രിയ മക്കളായി ദൈവത്തെ അനുകരിക്കുന്ന ആ പാറ്റേൺ ഓഫ് ലൈഫാണ് എല്ലാ ലേഖനങ്ങളുടെയും രണ്ടാം പകുതിയിൽ നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കും അതിന് പങ്കാളികളായി തീരുവാൻ വേണ്ടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കൊലോസ്യർക്ക് എഴുതിയ ഈ ലേഖനം എടത്വാ ടൗൺ ചർച്ചിലും നമ്മുടെ കൂട്ടായ്മയിലും പ്രസംഗിക്കപ്പെടുന്നത്. എന്തിനെന്ന് ചോദിച്ചാൽ,
അതേ ജീവിതശൈലി ആണ്ടുകൾ, സംവത്സരങ്ങൾ എത്ര കഴിഞ്ഞാലും, കാലഘട്ടം എത്ര മാറിയാലും, 2025 ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃകയ്ക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. മനുഷ്യൻ മാറി പോകുന്നു. അതെ, പുതിയവർ ജനിക്കുന്നു. അതെ, മാറിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. ഭരണകൂടങ്ങൾ മാറുന്നു, എല്ലാം മാറ്റം വരുന്നു. പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നു, നമ്മുടെ ദൈവത്തിന് ഗതിഭേദത്താലുള്ള ഒരാച്ഛാദനവുമില്ല. എന്ന് വെച്ചാൽ അവൻ മാറിക്കൊണ്ടിരിക്കുന്ന നിഴലുകൾ പോലെ മാറിപ്പോകുന്ന ദൈവമല്ല. അവന്റെ വചനങ്ങളും സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവന്റെ ഉദ്ദേശങ്ങൾക്കും മാറ്റമില്ല. നമ്മുടെ ഉത്തരവാദിത്തമാണ് ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളത്. അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ, നമ്മൾ ഈ ലോകത്തിന് അനുരൂപരാവേണ്ടവരല്ല, ദൈവത്തിന് അനുരൂപരാ. മനസ്സ് പുതുക്കാത്തത്തോളം കാലം നമുക്ക് തോന്നിപ്പോകും നാടോടുമ്പോൾ നടുവേ ഓടണം. എന്നാൽ മനസ്സ് പുതുക്കി ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നാം പറയും, ഇതിന് നടുവേ ഓടേണ്ടവരല്ല, ഒഴുക്കിനനുസരിച്ച് ഒഴുകേണ്ടവരല്ല, മറിച്ച് ദൈവഹിതം തിരിച്ചറിഞ്ഞ് നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് എന്റെ ജീവിതത്തിന് ദിനംതോറും മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരു ന്യൂ ലൈഫിന്, ഒരു പുതിയ ജീവിതത്തിന്, ക്രിസ്തീയ ജീവിതത്തിന് ഉടമയായി തീരുവാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ കേവലം പാട്ടുകളാലും കേവലം വചന ഉദ്ധരണികളാലും നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കും. അർത്ഥമേറിയ പാട്ടുകൾ അർത്ഥരഹിതമായ ജീവിതത്തിൽ നിന്നുകൊണ്ട് നാം പാടും. അർത്ഥസമ്പുഷ്ടമായ ക്രിസ്തീയ ഗാനങ്ങൾ യാതൊരു നീതിയും അതിനോട് പുലർത്താതെ ഒരു ആയുസ് പാടി തീർക്കും നമ്മൾ. ശക്തിയേറിയ ദൈവത്തിന്റെ വചനം സമ്പ്രദായത്തിന്റെ ഭാഗം പോലെ നാം ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ ആയുസ് പാഴാം. അവസാനം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരുവൻ ശരീരത്തിൽ നിൽക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കാൻ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ, വളരെ വൈകിപ്പോയി, നാം പ്രതിഫലം പ്രാപിപ്പാൻ യോഗ്യരല്ല എന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് പിന്നെ ഒന്നും പ്രത്യേകിച്ച് ഗുണം ചെയ്യും. എന്നാൽ ഈ ഓരോ കൂട്ടായ്മയിലും ഓരോ ആത്മീയ കുടിവരവിലും നമ്മുടെ ഓരോ തിരിച്ചറിവ് നമുക്ക് ഗുണം ചെയ്യും. ഒന്നുകൂടെ പറയട്ടെ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിലെ തിരിച്ചറിവ് നമുക്കൊരു ഗുണവും ചെയ്യത്തില്ല, നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയും തരത്തില്ല. എന്നാൽ ഇപ്പോൾ ഈ കൃപായുഗത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഓരോ കൂട്ടായ്മയുടെയും വചന കേൾവിയുടെയും ദൈവിക ആലോചനയുടെ മുമ്പിൽ നമുക്കുണ്ടാകുന്ന ഓരോ തിരിച്ചറിവും, ഓരോ എന്താ പറയുക മനസ്സ് പുതുക്കിയുള്ള രൂപാന്തരവും നമുക്ക് എന്താ പറയണ്ടേ വളരെ സാരമായ ഗുണം ചെയ്യും. അത് നമ്മളെ എന്താ പറയണ്ടേ ഘനമേറിയ പ്രതിഫല പ്രാപ്തിയിലേക്ക് നയിക്കും. ഇന്ന് രാത്രി ദൈവവചന ചിന്തകളുടെ ആഴം ഉൾക്കൊള്ളുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ആമുഖമായി സംസാരിപ്പാൻ ഇടയാകുന്ന കൃപയ്ക്കായി നമ്മോട് ദൈവത്തെ സ്തുതിക്കുന്നു. ആരെങ്കിലും ചിന്തിക്കുകയാണ്, എന്തിനെ എനിക്ക് മാത്രം, എന്തിന് ഞാൻ മാത്രം എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഉത്തരമുണ്ട്. നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസന മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നമുക്ക് പേഴ്സണൽ ഹോളിനെസ് കൂടിയേ തീരൂ, നമുക്കൊരു ലവിങ് ആറ്റിറ്റ്യൂഡ് കൂടിയേ തീരൂ, നമുക്കൊരു താങ്ക്ഫുൾ ഹാർട്ട് കൂടിയേ തീരൂ. അത് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല, ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടതാ, ഞാൻ രക്ഷിക്കപ്പെട്ടതാ. ഇത് അർത്ഥശൂന്യമായി പോകും. അത് ചേരാത്ത പോലെ, നമ്മുടെ ജീവിതത്തിന് ചേരാത്തൊരു പ്രസ്താവനയായി പോവും നമ്മുടെ വീണ്ടും ജനനത്തിന്റെ എന്താ പറയുക ഏറ്റുപറച്ചിൽ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, എന്റെ സ്വഭാവത്തോടും എന്റെ ജീവിതത്തോടും ചേരുന്നതായിരിക്കണം ഞാൻ പറയുന്ന സാക്ഷ്യം. ഞാൻ ഏറ്റുപറയുന്ന വിശ്വാസം എന്റെ ജീവിതവുമായി ബന്ധമില്ലാത്തതായി പോകരുത്, എന്റെ സ്വഭാവമായി ബന്ധമില്ലാത്തതായി പോകരുത്. അവ ലഭിക്കുവാൻ എന്റെ ഒരു ഗുണങ്ങളും ദൈവം നോക്കിയില്ല. പക്ഷെ അവയെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ, അതെനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ, കൃപയാൽ എനിക്ക് ആ പദവി ലഭിച്ചു കഴിഞ്ഞപ്പോൾ, ഇനിയും എന്റെ ഉത്തരവാദിത്വമാണ് ഫലം പുറപ്പെടുവിക്കുക. എനിക്ക് കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിച്ചേ പറ്റൂ. അതിനുവേണ്ടി എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഏക മാർഗം എന്നു ചോദിച്ചാൽ അതെന്റെ ജീവിതമാണ്. സമൂഹത്തോടും കുടുംബത്തോടും വ്യക്തികളോടും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ ഫ്രെയിമിനകത്തുള്ള, ഒരു ചെറിയ കാലയളവിനകത്തുള്ള ഈ ജീവിതമാണ് ഈ ക്വാളിറ്റീസിനെ ഡെവലപ്പ് ചെയ്യാനും പ്രൊഡക്റ്റീവ് ആക്കാനും നമുക്ക് വെച്ചിരിക്കുന്ന ഏക മുഖാന്തരം. ക്രൂശിലെ കള്ളനെ പോലെ വിശ്വസിക്കുന്ന നിമിഷം തന്നെ നാം ആ അല്പസമയത്തിനുള്ളിൽ മരിക്കുമായിരുന്നെങ്കിൽ നമ്മളോട് കർത്താവ് ഒരിക്കലും ഇത് ചോദിക്കത്തില്ല. നാം രക്ഷിക്കപ്പെട്ട ആ നിമിഷം, അവനെ രാജാവായി വിശ്വസിച്ച നിമിഷം, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണേ എന്ന് പറഞ്ഞപ്പോൾ
നീ ഇന്ന് എന്നോട് പറുദീസയിലായിരിക്കുമെന്ന് ഉറപ്പ് കൊടുത്ത യേശുവിന്റെ വാക്കവിടെ നിറവേറുകയാണ്. ആ മനുഷ്യന് ക്രൂശിൽ നിറങ്ങി ഭൂമിയിൽ ഒരു ജീവിതമില്ലാത്തതുകൊണ്ട് അവന്റെ വിശ്വാസവും അവന്റെ പ്രത്യാശയും അവിടെ നീതീകരിക്കപ്പെട്ട് അവന് കർത്താവിന്റെ വാഗ്ദാനം ലഭിച്ചു. എന്നാൽ നാം വിശ്വസിക്കുകയും രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മളെ എങ്ങോട്ട് വിടുകയാണ്? ഈ ലോകത്തിലേക്ക്. അതേ കർത്താവ് പറഞ്ഞ ആടുകളെ പോലെ നിഷ്കളങ്കരായി അതെ നിങ്ങൾ ജീവിക്കത്തക്കവണ്ണം ചെന്നായ്ക്കളുടെ നടുവിലേക്ക് ഞാൻ നിങ്ങളെ ആടുകളെ പോലെ അയക്കുന്നു. നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. നിങ്ങൾക്ക് ജാഗ്രത വേണ്ടിടത്ത് ജാഗ്രത വേണം. നിങ്ങൾക്ക് അതെ ചേർന്ന് നിൽക്കേണ്ടത് നിങ്ങൾ ചേർന്ന് നിൽക്കണം. അകന്ന് നിൽക്കേണ്ടത് നിങ്ങൾ അകന്നു നിൽക്കണം. നിങ്ങൾ മൗനമായിരിക്കേണ്ടത് മൗനമായിരിക്കണം. നിങ്ങൾ നീതിയോടെ സംസാരിക്കേണ്ടിടത്ത് അധർമ്മത്തിനെതിരെ നിങ്ങൾ ശബ്ദം ഉയർത്തേണ്ടിടത്ത് നിങ്ങളുടെ ഗുരു എങ്ങനെ ചെയ്തോ അതുപോലെ നിങ്ങളും ചെയ്യണം. നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുകയും നിങ്ങളെ കുത്തി നോവിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഇടത്ത് നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് അപമാനങ്ങളെ അലക്ഷ്യമാക്കണം. എന്നാൽ ആരെങ്കിലും പീഡിപ്പിക്കപ്പെടുമ്പോൾ, മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കേണ്ട അവസ്ഥ വരുമ്പോൾ, മറ്റൊരാൾക്ക് വേണ്ടി നിൽക്കേണ്ട അവസ്ഥ വരുമ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം നോക്കാതെ, നിങ്ങളെ അവർ തെറ്റിദ്ധരിക്കുമെന്ന് നോക്കാതെ സത്യത്തിന് വേണ്ടി നിൽക്കുക തന്നെ ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ ധർമ്മമാണ്. ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡാണ്. ഇത് വ്യക്തമായി വരച്ചു കാട്ടുവാൻ അപ്പോസ്തലന്മാർക്ക് ഒരു മടിയുമില്ലായിരുന്നു. നമ്മളുടെ ആരുടെയും അതെ താല്പര്യപ്രകാരം നയിക്കേണ്ട ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. വീണ്ടും ജനനത്തിന് ശേഷമുള്ള ജീവിതം. അത് ക്രിസ്തു ആണോ നമുക്ക് അത്യുന്നതനായി സുപ്രീമായി ഏറ്റവും ഉന്നതനായിരിക്കുന്നെങ്കിൽ ആ ഉന്നതമായിരിക്കുന്ന ക്രിസ്തുവിന്റെ ഉപദേശവും തികച്ചും അത്യുന്നതം തന്നെ. ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നത് അത്ര കുറഞ്ഞ കാര്യം. ആ ഇൻസ്ട്രക്ഷൻസ് ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഭാര്യയെ സ്നേഹിക്കുന്നത് അത്ര മോശപ്പെട്ട കാര്യം അല്ല. ആ ഇൻസ്ട്രക്ഷൻ സ്വീകരിച്ചുകൊണ്ട് ഭർത്താവിന് വിധേയപ്പെടുന്നത് അത്ര മോശപ്പെട്ട കാര്യം. ആ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മക്കളോടുള്ള അമിതമായ കോപത്തെ നിയന്ത്രിച്ച് അവരെ എന്താ പറയട്ടെ ശാസിക്കുമ്പോൾ തന്നെ അതിനകത്തെ സ്നേഹം കൂടെ വെളിപ്പെടുത്തി അവർ നിരാശരായി പോകാതെ അധൈര്യപ്പെട്ടു പോകാതെ അവരെ ചേർത്ത് പിടിക്കുന്നത് അത്ര മോശപ്പെട്ട കാര്യം ഇല്ല. അപ്പനമ്മമാർ പറയുന്നത് അനുസരിക്കാത്തൊരു തലമുറയിൽ അപ്പനമ്മമാരെ ഒന്ന് അനുസരിച്ച് ജീവിക്കുന്നത് ക്രിസ്തുവിന്റെ ഉപദേശമാണെങ്കിൽ അതത്ര മോശപ്പെട്ട കാര്യം. ആരും അനുസരിക്കുന്നില്ല, പിന്നെ ഞങ്ങൾ എന്തിനാ എന്ന് ചോദിക്കുന്നതാണ് മോശപ്പെട്ട കാര്യം. മറിച്ച് അപ്പനെയും അമ്മയും സകലത്തിനും അനുസരിക്കാൻ മക്കൾ എടുക്കുന്ന താല്പര്യവും തീരുമാനവും ദൈവം നീതിയായി കണക്ക്. വാട്ട് എ ബാലൻസിങ് ലൈഫ് അല്ലേ? ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് ബാലൻസ് ചെയ്തേക്കുന്നത്? ഭർത്താക്കന്മാരോടുള്ള ഉപദേശം, ഭാര്യമാരോടുള്ള ഉപദേശം, അപ്പനോട് മക്കളോട്, യജമാനോട് ദാസനോട്, വേരിയസ് റോൾസ് പ്രൊവൈഡ്. അതാണ് നമ്മൾ 18 കൊണ്ട് ചിന്തിച്ചത്. എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് അവിടെ ഉള്ളത്? പ്രൊവൈഡ്സ് ഇൻസ്ട്രക്ഷൻസ് ഫോർ വേരിയസ് റോൾസ് വിത്തിൻ എ ഹൗസ് ഹോൾഡ് ആൻഡ് വർക്ക് പ്ലേസ്. ഒരു കുടുംബത്തിലും ഒരു ജോലി സ്ഥലത്തും വേണ്ടതായ വ്യത്യസ്ത പങ്കാളിത്തം വഹിക്കുന്നവർക്ക്, വ്യത്യസ്തമായ ചുമതല വഹിക്കുന്നവർക്കുള്ള നിർദ്ദേശങ്ങളാണ്. എന്തുകൊണ്ട് നമ്മളത് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു? എന്തുകൊണ്ടത് ആവശ്യമാണ്? കാരണം ഈ ഭാര്യമാർ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ജീവിച്ച പോലെയും ജീവിക്കാൻ, ഈ ഭർത്താക്കന്മാർ വീണ്ടും ജനിക്കപ്പെടുന്നതിന് മുമ്പ് ജീവിച്ച ജീവിതശൈലി ഇനിയും കുടുംബത്തിലെടുക്കാൻ പാടില്ല. ഈ അപ്പന്മാർ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മക്കളോട് പെരുമാറിയ പോലെ ഇനി പെരുമാറാൻ പാടില്ല. ഈ മക്കൾ ദൈവിക ക്രിസ്തീയ കുടുംബത്തിന്റെ ഭാഗമായി തീരുന്നതിന് മുമ്പ് ജീവിച്ച ശൈലിയല്ല ഇനി അവർ പാലിക്കട്ടെ. അവരുടെ കൂട്ടുകാരൊക്കെ താന്റെ ഇഷ്ടത്തിന് ജീവിക്കുമ്പോൾ ക്രിസ്തീയ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ അങ്ങനെ ജീവിക്കാൻ പാടില്ല. അവർക്കൊരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് ഉണ്ട്. ഒരു ക്രിസ്തീയമായ വീക്ഷണത്തിൽ ക്രിസ്തുവിന്റെ ആ അടിസ്ഥാനത്തിൽ അവർ ജീവിച്ചേ പറ്റൂ. ക്രിസ്തീയ കുടുംബമാണോ ക്രിസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കണം, ഇല്ലെങ്കിൽ ആ പേര് നമുക്ക് യോഗ്യം. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, ഭാര്യമാരുടെയും ഭർത്താക്കന്മാരുടെയും അപ്പന്മാരുടെയും മക്കളുടെയും ഒക്കെ അത് ഉത്തരവാദിത്തം പറയുമ്പോൾ എന്താ, ഇവർക്കൊക്കെ ഇതൊന്നും അറിയാത്തവരല്ല, പക്ഷെ അവർക്ക് അറിയാത്ത ഒന്നുണ്ട്. എങ്ങനെയെന്നറിയോ? ക്രിസ്തുവിനെന്ന പോലെയും ക്രിസ്തുവിന്റെ മഹത്വത്തിനും വീണ്ടും ജനിക്കപ്പെട്ട ആ സ്റ്റാൻഡേർഡിൽ കുടുംബത്തിൽ ജീവിക്കാൻ ഇവർക്ക് അറിയത്തില്ല. ഒരു സാധാരണ ഭാര്യയായി ജീവിക്കാൻ അറിയാം, സാധാരണ ഭർത്താവ് ജീവിക്കാൻ അറിയാം, തങ്ങളുടെ ഇഷ്ടമുള്ളപ്പോൾ അപ്പനെ അമ്മയെ അനുസരിച്ച്, ഇഷ്ടമില്ലാത്തപ്പോൾ ദേഷ്യപ്പെട്ടിറങ്ങി പോകുന്ന മക്കളായി ജീവിക്കാൻ അറിയാം. ദേഷ്യം വന്നാൽ കോപം കൊണ്ട് ഭ്രാന്ത് പിടിച്ച് മക്കളെ അങ്ങേയറ്റം നിയന്ത്രിച്ച് ഉപദ്രവിക്കുന്ന, പ്രകോപിപ്പിക്കുന്ന, അവരെ നിരാശരാക്കി തീർക്കുന്ന അപ്പനായി ജീവിക്കാൻ അറിയാം. പക്ഷേ
ക്രിസ്തീയ ജീവിതത്തിലെ ജീവിതം അങ്ങനെയല്ല. കോപം കൊണ്ട് അതേ ഭ്രാന്തരായി മക്കളെ നിയന്ത്രിക്കുകയല്ല, മക്കളെ ശാസിക്കുകയല്ല, അതേ ഇഷ്ടമുള്ളപ്പോൾ അപ്പനെയമ്മയെ അനുസരിച്ചിട്ട് അല്ലാത്തപ്പോൾ താൻ തോന്നിയായി നടക്കുകയല്ല, ഭാര്യമാരോട് പരുഷമായി പെരുമാറി അവരോട് കോപത്തോടെ പെരുമാറി അവരെ അടിമയെ പോലെ കാണുന്നതല്ല. ക്രിസ്തീയ ജീവിതത്തിലെ ഭർത്താവ് അതേ ക്രിസ്തുവിന് നിഴലായി നിൽക്കണം. അതേ ഭർത്താവിനെ ഒന്നിലും വിധേയപ്പെടാതെ താൻ ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരു ഭാര്യയല്ല ക്രിസ്തീയ കുടുംബത്തിലെ ഭാര്യ. അവൾ സഭയ്ക്ക് നിഴലായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ എല്ലാം വെറുതെ ആയി പോകും, ഒരു നാടകം പോലെ ആയി പോകും, ഒരു നാടകീയമായ ജീവിതമായി പോകും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എല്ലാവരും അവരവരുടെ ജീവിതത്തിന്റെ നിലവാരങ്ങളെ, ഉത്തരവാദിത്തങ്ങളെ ക്രിസ്തുവിന്റെ മഹത്വത്തിനൊത്തവണ്ണം, ഉപദേശത്തിനൊത്തവണ്ണം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ വിധേയപ്പെടുത്തി കൊടുത്താൽ മതി. ദൈവത്തിന് മഹത്വകരമായി ക്രിസ്തു നയിപ്പാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കി. അപ്പം ആ ഇൻസ്ട്രക്ഷൻസ് തരിക. ഇൻസ്ട്രക്ഷൻ ഫോർ മാനേജിങ് ഫാമിലി ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഫ്രം എ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ്. ക്രിസ്തീയമായ വീക്ഷണത്തോടുകൂടി ഒരു കുടുംബം എങ്ങനെ മാനേജ് ചെയ്യണം, സാമൂഹ്യ ബന്ധങ്ങളെ എങ്ങനെ പരിപാലിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ നിലനിർത്തണം. ഇതാണ് അപ്പോസ്തലൻ ഈ ലേഖനങ്ങളിൽ ഈ ഭാഗങ്ങൾ പറയുന്നത്. അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. അതെ, ദൈവമക്കൾ അത് ഓർക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമ്മൾ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദാസന്മാരെ കുറിച്ച് പറയും. അപ്പൊ അന്നത്തെ കാലത്ത് ഇങ്ങനെ ദാസന്മാരെ യജമാനനെ വിളിക്കാനുള്ള കാര്യം റോമ സാമ്രാജ്യത്തിൽ എടുത്തു നോക്കിയാൽ, റോമ സമൂഹത്തിൽ എടുത്തു നോക്കിയാൽ അവിടെ പ്രധാനമായും ആ രണ്ട് കൂട്ടരാണുള്ളത്. ഒന്ന് യജമാന്മാർ, രണ്ട് ദാസന്മാരും. അതിൽ വ്യത്യസ്തമായ ദാസന്മാരുണ്ട്, കാര്യസ്ഥന്മാരുണ്ട്. ദാസന്മാരിൽ തന്നെ വിവിധ രീതികളിലുണ്ട്. സ്ലേവ്സ് അല്ലെങ്കിൽ സെർവൻസ്. പിന്നുള്ളത് എന്താ പറയുക, മാസ്റ്റേഴ്സ് ആണ്. ഭയങ്കര ഒരു മേജർ കമ്മ്യൂണിറ്റി ആണത്. അപ്പൊ ഇതവിടെ എടുത്തു പറയേണ്ടത് ആവശ്യമാണ്. കാരണം കൊലോസിയിലെ വിശ്വാസികൾ ഭൂരിഭാഗവും ആരാണ്? യഹൂദേതരരാണ്. അല്ലെങ്കിൽ യഹൂദന്മാർ അല്ലാതെ യവനായ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ജാതീയ പശ്ചാത്തലത്തിലുള്ളവരായതുകൊണ്ട് അവിടെ എല്ലാം ഈ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ ഈ സിസ്റ്റത്തിൽ എങ്ങനെ വേണമെന്ന് സഭ അറിഞ്ഞിരിക്കണം. ഇവിടെ യജമാനെ ദാസനാക്കിയല്ല, ദാസനെ യജമാനുമാക്കിയല്ല. ഒരു സോഷ്യലിസത്തിന് വേണ്ടി അപ്പോസ്തലൻ മുതിരുകയല്ല. പക്ഷെ നമുക്കറിയാം പിൽക്കാലത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ട്. ഈ സ്ലേവറിക്കെതിരെയൊക്കെ ശക്തമായ പോരാട്ടങ്ങൾ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ഒരു സ്ലേവറി നമ്മുടെ ഒന്നും ഇവിടെ നിലനിൽപ്പ് ഇല്ല. എങ്കിലും ഒരു കാര്യം ഓർത്തോണം, നമ്മളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആർക്കെങ്കിലും ഒക്കെ കീഴ്പ്പെട്ട് ജീവിച്ചേ. അപ്പൊ ഈ കീഴ്പ്പെടുക, വിധേയപ്പെടുക എന്ന് പറയുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഭാര്യ ഭർത്താവിന് വിധേയപ്പെടണം, കീഴടങ്ങുക എന്ന് പറയുമ്പോൾ അതൊരു ഇൻഫീരിയോറിറ്റി ആയി, ഒരാളുടെ അടിമയാകുക എന്നുള്ളതല്ല അതിന്റെ ബാലൻസിങ്. സബ്മിഷൻ ഇസ് നോട്ട് എ സൈൻ ഓഫ് ഇൻഫീരിയോറിറ്റി. ഒരാൾ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് ഞാൻ ഇനി ആളുടെ അടിമയാകുന്നതല്ല എന്റെ അർത്ഥം. പിന്നെയോ ഓരോ ഉത്തരവാദിത്തങ്ങൾക്കും ഓരോ പൊസിഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, മ്യൂച്വൽ റെസ്പെക്റ്റിൽ, മ്യൂച്വൽ ലവിൽ വിധേയപ്പെടുന്നതിനാണ് ആ പറയുന്നതിന്റെ അർത്ഥം. നമുക്കറിയാം അത് കർത്താദാസ് തന്നെ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ട്. എന്താ പറയുക, നമ്മളുടെ തിരുവനന്തപുരത്തിൽ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് വായിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് ഹെൽപ്പറാണ്. ഹെൽപ്പറാണെന്ന് പറയുമ്പോ അപ്പൊ നമ്മൾ പറയും വൈഫ് ഹസ്ബൻഡിന്റെ ഹെൽപ്പറാണ്. ഷീ ഈസ് മൈ കമ്പാനിയൻ ആൻഡ് ഷീ ഈസ് മൈ ഹെൽപ്പർ എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലോട്ട് ഏത് ഹെൽപ്പറാ പോകുന്ന പറയാവോ? ഏത് ഹെൽപ്പറാ പോകുന്നേ? മേസ്തിരിപ്പണി നടക്കുമ്പോ അല്ലെ, മേസ്തിരിക്ക് ശാന്തി കുറച്ചു കൊടുക്കുക അല്ലെ? നമുക്ക് എന്ത് കാര്യവും പോയാൽ ആ ജോലിക്ക് ഒരു മാന്യതക്കുറവില്ല. ഓരോ ജോലിക്കും അതിന്റെ മാന്യതയുണ്ട്. നമുക്ക് എന്ത് കാര്യം പോയാലും എല്ലാം ഒരു എക്സ്ട്രീം ലെവലിലോട്ട് നമ്മൾ അങ്ങ് ചിന്തിച്ചു കളയും. അപ്പൊ ഹോളി സ്പിരിറ്റിനെ ഹെൽപ്പർ എന്ന് പറഞ്ഞു. ദൈവമാകുന്ന പരിശുദ്ധാത്മാവിനെ അത് നിങ്ങളെ സഹായിപ്പാനയക്കുന്നു. അപ്പൊ ഹോളി സ്പിരിറ്റ് പറയുകയാണ്, എന്നാലും പുത്രൻ എങ്ങനെ പറയാൻ തോന്നി എന്നെ ഹെൽപ്പർ? ഞാൻ ഹെൽപ്പറാണോ? ഐ ആം ദ ഗോഡ്. ഹൗ കാൻ ഐ ബി എ ഹെൽപ്പർ? പക്ഷെ എന്താ ഹെൽപ്പർ? എന്ത് ഹെൽപ്പ് ചെയ്യുന്ന? അതൊരു റോളാ, അതൊരു ഫങ്ഷനാ. എല്ലാരും കൂടെ പറയുകയാണ് ഒരു എല്ലാം മനോഹരമായ വീടിന്റെ പണിക്കും അതിന്റെ പൊസിഷനിൽ ആൾക്കാർ നിന്ന് പണിയുമ്പോഴാണ് ഒരു മനോഹരമായ വീട് പുറത്തു വരുന്നതെങ്കിൽ
ഓരോ ക്രിസ്തീയ കുടുംബവും മനോഹരമായി തീരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഓരോ വ്യക്തികളും തങ്ങളുടെ പങ്കാളിത്തത്തിൽ വിശ്വസ്തരായി, ഉച്ചനീചത്വമില്ലാതെ, എന്താ പറയണ്ടേ, ഞാൻ വലുത് നീ ചെറുതെന്നുള്ള ആ വേറുകൃത്യമില്ലാതെ തങ്ങളുടെ ഫംഗ്ഷനിൽ ജാഗരൂകരാകുമ്പോഴാണ് ക്രിസ്തീയ ഭവനം മനോഹരമായി തീരുന്നത്. അതിന് തയ്യാറാകാതെ നമ്മളെ ഇൻഫീരിയർ ആക്കാൻ വേണ്ടി അല്ല പറഞ്ഞത് ബി സബ്മിസീവ് എന്ന്. ഹോളി സ്പിരിറ്റിന്റെ ഹെൽപ്പറായി വേദപുസ്തകം പറയുന്നത്. ഹോളി സ്പിരിറ്റ് ഇൻഫീരിയർ ആണോ? പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാം ദൈവം എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസവുമില്ല. പക്ഷെ ഫംഗ്ഷന്റെ ഡിഫറൻസ് അവിടെ പറയുന്നേ. ഇതുപോലെ ഒരു ഭാര്യ ഒരു ഭർത്താവിന് സഹായിയായി തീരുവാൻ, തുണയായി തീരുവാൻ, അതെ എന്താ പറയണ്ടേ, ആ കമ്പാനിയനായി തീരുവാൻ ദൈവം ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ അത് ആ ഫംഗ്ഷൻ അതേ ഭാര്യ ഓഫീസിൽ എന്താകും? ബോസാകാം. വീട്ടിൽ ബന്ധങ്ങളിൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിൽ അത് സഹായിയായി, കമ്പാനിയനായി, തുണയായി തീരുന്ന അതേ ഭാര്യയ്ക്ക് ഉന്നതമായ ജോലി ഉണ്ടാകാം, ഉന്നതമായ സ്ഥാനം അലങ്കരിക്കാം. ഇതൊന്നും ദൈവവചനത്തിനെതിരല്ല. പക്ഷെ ദൈവവചനത്തിന് എന്താ എതിരെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിത പങ്കാളിത്തത്തിൽ അവിശ്വസ്തരാകുമ്പോഴാണ് നമ്മുടെ റോൾ എന്തെന്ന് അറിയാതെ മറ്റെന്തൊക്കെയോ ആകാൻ നാം ശ്രമിക്കുമ്പോൾ, അതെ തലയുടെ സ്ഥാനത്ത് തലയിരിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ആ ദൈവം കൊടുത്ത പദവികൾക്ക് വാല്യൂ കൊടുക്കാതെ നമ്മൾ ഉയരത്തിൽ ചാടിക്കറി എന്തൊക്കെയോ ആകാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ ദൈവസന്നിധിയിൽ അത് തെറ്റാകത്തുള്ളൂ, പരാജയമാകത്തുള്ളൂ. മറിച്ച് ദൈവമാക്കി വെച്ചിരിക്കുന്നിടത്ത് നാം നമ്മുടെ ഫംഗ്ഷനെ തിരിച്ചറിഞ്ഞ് വിധേയപ്പെടുകയാണെങ്കിൽ വീടുകളുടെ ഉത്തരവാദിത്തങ്ങൾ അനുഗ്രഹമാകും, ക്രിസ്ത്യൻ ഭവനങ്ങൾ ബാലൻസ് ചെയ്യപ്പെടും. അപ്പനും അമ്മയും മക്കളെ ഓവർ കൺട്രോളിംഗ് ആയിട്ട് ഹാർഷായി പെരുമാറുകയാ. അപ്പൊ പറയണ ഞാൻ അപ്പനാ, എനിക്ക് അപ്പനായോണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. നിങ്ങൾ ലോകത്തിന്റെ മക്കളായിരുന്നപ്പോൾ, നിഷ്ഫല പ്രവർത്തികൾക്ക് കൂട്ടാളികളായിരുന്നപ്പോൾ, നിങ്ങൾ വികാര ജീവികളായി, വികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ കീഴിലായിരുന്നപ്പോൾ, നിങ്ങളുടെ കണ്ണുകൾ കുരുടായിരുന്നപ്പോൾ നിങ്ങൾക്ക് ഹാർഷായി പെരുമാറാമായിരുന്നു. അവിടെ നിങ്ങൾക്കൊരു കർത്താവില്ല. നിങ്ങൾക്ക് അവിടെ ചെന്ന് നിൽക്കൂ, നിങ്ങൾക്ക് പ്രതിഫലം തരുവാൻ പ്രതീക്ഷിപ്പാൻ ആരുമില്ല. അവിടെ നിങ്ങളായിരുന്നു നിങ്ങളുടെ കർത്താവ്. കോപിച്ചാൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കൊരു യജമാനനുണ്ട്, ഒരു കർത്താവുണ്ട്. നിങ്ങളൊരു മകന്റെ അപ്പനാണെങ്കിൽ നിങ്ങൾക്കൊരു പിതാവുണ്ട്. നിങ്ങൾക്ക് ദൈവ മക്കളെ തന്നിട്ടുണ്ട്. നിങ്ങൾ അവരുടെ മാതാപിതാക്കളാണെങ്കിൽ, അപ്പനാണെങ്കിൽ അപ്പൻ കേട്ടോണം, നിനക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ട് കണക്ക് കൊടുക്കുവാൻ. ആ അപ്പന്റെ മനോഭാവമായിരിക്കണം ഭൂമിയിലെ അപ്പനും കാണിക്കേണ്ടത്. അവിടെ ഓവർ കൺട്രോളിംഗ് ആയി, എന്റെ കുഞ്ഞാണ്, എനിക്ക് എന്തും ചെയ്യാം, തല്ലാം കൊല്ലാം എന്നുള്ള മനോഭാവം ഒരു അപ്പനും ഒരമ്മയ്ക്കും ഉണ്ടാകാൻ പാടില്ല. കാരണം പറയുന്നു, നിങ്ങൾ അവരെ പ്രകോപിപ്പിക്കരുത്. അവർ എന്തുകൊണ്ടേ അവർ നിരാശരായി പോകും, അവർ അധൈര്യപ്പെട്ടു പോകും. അല്ലെങ്കിൽ അവർ നിരാശരായി പോകും, അവരുടെ വ്യക്തിത്വം തന്നെ ഇടിഞ്ഞു പോകും. നിങ്ങളുടെ ആ കോപം നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ തന്നെ തെറ്റിക്കും. നിങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ അമിതമായ നിയന്ത്രണം, കർശനമായ ഹാർഷായ പരുഷമായ മക്കളോടുള്ള പെരുമാറ്റം, അതുപോലെ തന്നെ ഭാര്യമാരോടുള്ള പരുഷമായ പെരുമാറ്റം, ഏതാണ്ട് അടിമയാണെന്നുള്ള രീതി, എന്റെ ചെലവിലാ നീ കഴിയുന്നുള്ള വളരെ ഹാർഷായ സംസാരം ഒരു ക്രിസ്തീയ ഒരു കുടുംബനാഥന് യോജിച്ചല്ല. ആ വ്യക്തി അതിന് ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാ പറയുന്നേ എഫേസ്യ ലേഖനത്തിൽ, ക്രിസ്തു സഭയെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ക്രിസ്തു സഭയെ സ്നേഹിക്കുന്ന അറിയാമല്ലോ. സഭയോടുള്ള ക്രിസ്തുവിന്റെ ദയാണ് ഇന്ന് സഭ ഭൂമിയിൽ നിലനിൽക്കുന്നത്. എന്നും വെടിപ്പാക്കി ശുദ്ധീകരിച്ച്, നമ്മളെ തന്നെ വചനത്താൽ വിശുദ്ധീകരിച്ച്, ഓരോ ദിവസവും കന്മഷങ്ങളെ നീക്കി, ഓരോ ദിവസവും വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ചുണർത്തി, ഓരോ ദിവസവും സഭയ്ക്ക് വേണ്ട എല്ലാ തേജസ്സും ഓജസ്സും നൽകി, സഭയ്ക്ക് വേണ്ട ചൈതന്യം നൽകി ഇങ്ങനെ നിൽക്കുന്നില്ലായിരുന്നെങ്കിൽ സഭയ്ക്ക് നിലനിൽപ്പില്ല. ഇതുപോലെ വേണം തിരിച്ച് സഭ ക്രിസ്തുവിന് എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ ഭാര്യമാർ ഭർത്താക്കന്മാരോട് ആയിരിക്കും. ഇതാണ് ക്രിസ്ത്യൻ ഹൗസ് ഹോൾഡ്. ഇത് സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൽ അടിയറവ് വെക്കണം. എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് പറ്റുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എനിക്ക് പറയാനൊക്കെ എളുപ്പമാ.
അപ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ അടിയറവ് വെക്കണം. കർത്താവേ, നിന്നെ ഞാൻ അത്യുന്നതനായി ഞാൻ വിശ്വസിക്കുന്നു. നീ പരമോന്നതനാണ്, നിനക്ക് മീതെ ആരുമില്ല, നീ സർവശക്തനാണ്, നിന്റെ വചനത്താലും ആത്മാവിനും ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടു. പക്ഷെ ഞാനൊരു ന്യൂ ക്രിയേഷൻ ആയി. പക്ഷെ എനിക്ക് നീ പറയുന്ന പോലെ ഒരു പുതുജീവൻ നയിക്കാൻ എനിക്ക് കഴിയുന്നില്ലെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അവർ അവരുടെ പരാജയം തുറന്ന് ദൈവസന്നിധി സമ്മതിക്കണം. നീ ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയാകാൻ എനിക്ക് പറ്റുന്നില്ല കർത്താവേ, നീ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവാൻ എനിക്ക് പറ്റുന്നില്ല, നീ ആഗ്രഹിക്കുന്ന ഒരു മകനോ മകളോ മാതാവോ പിതാവോ എനിക്ക് പറ്റുന്നില്ലെന്ന് നാം തുറന്ന് സമ്മതിച്ചാൽ മതി. സ്വർഗത്തിൽ നിന്ന് വേണ്ട സഹായം നമുക്ക്. അതിനു പകരം മറപിടിക്കല്ലേ, അതിനു പകരം ഒഴിവൊഴിവുകൾ കണ്ടെത്തായിരുന്നാൽ മതി. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ട് 22-ാം വാക്യം വരുമ്പോൾ, ദാസന്മാരെ, ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്ര അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷം ഇല്ല. ഇത് എത്രയോ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം നമ്മളുടെ മറ്റു കൂട്ടായ്മകൾ ചിന്തിച്ചിട്ടുണ്ട്, എഫെസ്യലേഖനം പഠിച്ചപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് നമുക്കറിയാം. ഈ ദാസ യജമാന ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധം, അപ്പൻ മക്കൾ ബന്ധം, ദാസ യജമാന ബന്ധം, നമുക്ക് നമ്മുടെ വർക്ക് പ്ലേസിൽ, നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും നമ്മൾ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാറുണ്ട്. നമ്മുടെ മുകളിൽ ആൾക്കാരെ ദൈവം വെച്ചിട്ടുണ്ട്. അവിടെ എങ്ങനെയായിരിക്കണം? ദാസന്മാരെ, ഭൂമിയിലുള്ള നിങ്ങളുടെ യജമാന്മാരെ എല്ലാ കാര്യത്തിലും അനുസരിക്കുക. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി അവർ കാണുമ്പോൾ മാത്രമല്ല, എല്ലാ സമയത്തും ആത്മാർത്ഥയോടും ദൈവഭയത്തോടും കൂടെ അവരെ അനുസരിക്കുക. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്ന പോലെയല്ല, കർത്താവിനെന്ന പോലെ ഹൃദയപൂർവ്വം ചെയ്യുക. കർത്താവിന്റെ സമ്പത്തിന്റെ ഓഹരി നിങ്ങൾക്ക് പ്രതിഫലമായി ലഭിക്കുമെന്ന് അറിയുക. കാരണം കർത്താവായ ക്രിസ്തുവിനെ ആണല്ലോ നിങ്ങൾ യഥാർത്ഥത്തിൽ സേവിക്കുന്നത്. അതുപോലെ തന്നെ തെറ്റ് ചെയ്തവന് താൻ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷയും കിട്ടും. ദൈവത്തിന് പക്ഷപാതം, മുഖപക്ഷം. 4-ാം അധ്യായം തുടരുന്നു. ദാസന്മാരെ കൊണ്ട് നിർത്തിയില്ല, ഭർത്താവിനെ കൊണ്ട് നിർത്തിയില്ല ഭാര്യ, ഭാര്യയെ കൊണ്ട് നിർത്തിയില്ല ഭർത്താവ്, അപ്പനെ കൊണ്ട് നിർത്തിയില്ല മക്കൾ, മക്കളെ കൊണ്ട് നിർത്തിയില്ല അപ്പൻ. ദാസന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് ലേഖനം കണ്ടിന്യൂ ചെയ്യുകയാണല്ലോ. യജമാന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനുണ്ടെന്നറിഞ്ഞ് ദാസന്മാരുടെ നീതിയും ന്യായവും ആചരിക്കുന്നു. അപ്പം എന്താണ് ഇതിന്റെ ആ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ പറഞ്ഞാൽ, all actions are to be done with the awareness that one is serving Jesus Christ, the Lord, and that God will reward that service. എല്ലാ പ്രവൃത്തിയും ചെയ്യുമ്പോൾ നമുക്കൊരു അവബോധം ഉണ്ടായിരിക്കണം, നാം സേവിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ആ കർത്താവാം ദൈവം നമുക്ക് പ്രതിഫലം, നമ്മുടെ സകല ശുശ്രൂഷകൾക്കും സ്വർഗത്തിലെ ദൈവം പ്രതിഫലം തരും എന്ന് നാം വിശ്വസിക്കും. ഇത് പറയാനാണ് ഈ ബന്ധത്തെ എടുത്തു കാട്ടിയത്. അപ്പം ഈ ദാസന്മാര് നേരത്തെ എങ്ങനെയായിരുന്നു? അവർക്ക് അവരുടേതായ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നു. അവർ യജമാനെ സേവിച്ചിരുന്നു. എങ്ങനെയാണെന്നറിയോ? യജമാന്മാർ അവരോട് കഠിനമായി പെരുമാറുമ്പോൾ അവർക്ക് ഒരിക്കലും അവരോട് ഹൃദയപൂർവ്വം പെരുമാറാൻ പറ്റത്തില്ല. അപ്പൊ അവർ മാറിയത് എന്ത് പറയും? കുറ്റം പറയും. ഒരുപക്ഷെ ശപിക്കുമായിരിക്കാം, ഒരുപക്ഷെ പ്രാഗുമായിരിക്കാം. കാരണം യജമാന്മാരുടെ ദയയില്ലാത്ത പെരുമാറ്റം, യജമാന്മാരിലൊക്കെ ദാസന്മാർ ആ കാലഘട്ടത്തിൽ അത് വളരെ വളരെ അധികം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ രക്ഷിക്കപ്പെട്ട ഭാര്യയോട്, രക്ഷിക്കപ്പെട്ട ഭർത്താവിനോട്, മക്കളോട്, യജമാന്മാരോട് സംസാരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദാസന്മാരോടും രക്ഷിക്കപ്പെട്ട യജമാന്മാരോടും അപ്പോസ്തലൻ, ദാസന്മാരെ, നിങ്ങൾക്കൊരു പാറ്റേൺ ഓഫ് ലൈഫ് ഉണ്ട്. നിങ്ങളുടെ യജമാന്മാരെ നിങ്ങൾ സേവിക്കാറുണ്ട്. നിർബന്ധത്താൽ വന്ന് പെട്ടുപോയല്ലോ, ഗതികേടായി പോയല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇയാളോട് ദൈവം ചോദിക്കട്ടെ, എന്റെ അവസ്ഥ ഇതായി പോയല്ലോ, ഒരു ദാസനായി ജനിച്ചു പോയല്ലോ, ജീവിച്ചു പോയല്ലോ, ഇനി വേറെ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വയം ജീവിതത്തെ ശപിച്ചുകൊണ്ടും യജമാനനെ ശപിച്ചുകൊണ്ടും അയാൾ നോക്കുമ്പോൾ യജമാനന്റെ കണ്ണ് ദാസന്റെ മേൽ വരുമ്പോൾ ദാസൻ പെർഫെക്റ്റ് ആയി നിലകൊള്ളും.
ദാസൻ മാന്യനായി നിലകൊള്ളും. പക്ഷെ യജമാനന്റെ കണ്ണു മാറുമ്പോൾ ദാസൻ വേറൊരു ഭാവം കാണിക്കും. ഇത് ദാസന്മാർക്ക്, അതുകൊണ്ട് അപ്പോസ്തലൻ പ്രത്യേകിച്ച് പറയുകയാണ്, ദാസന്മാരെ, അതായത് നമുക്ക് അവിടെ കൂട്ടിച്ചേർക്കാം. എങ്ങനെയാണെന്നറിയോ? രക്ഷിക്കപ്പെട്ട ദാസന്മാരെ, വീണ്ടും ജനിക്കപ്പെട്ട ദാസന്മാരെ, ന്യൂ ക്രിയേഷൻ ആയിരിക്കുന്ന ന്യൂ ലൈഫ് നയിക്കുവാൻ വിളിക്കപ്പെട്ട ദാസന്മാരെ, ഭൂമിയിലുള്ള നിങ്ങളുടെ യജമാന്മാരെ എല്ലാ കാര്യത്തിലും അനുസരിക്കുക. അടുത്തത് കേട്ടണം, ദാസന്മാർക്ക് എന്തിന് സാധ്യതയുണ്ട്? മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി അവർ കാണുമ്പോൾ മാത്രമല്ല. അപ്പോൾ ദാസന്മാർക്ക് എന്ത് ടെൻഡൻസി ഉണ്ട്? കാരണം യജമാനന്റെ ദൃഷ്ടിയിൽ അവർക്ക് ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും ഇല്ല. യജമാനൊട്ട് ഹൃദയം നോക്കാനൊട്ട് കഴിവും. യജമാനൻ നോക്കുന്നത് ദാസന്റെ കൈകളുടെ പ്രവൃത്തിയും സമയത്ത് ചെയ്തു തീർക്കുന്ന ജോലികളും തന്റെ ആജ്ഞയ്ക്ക് അത് അനുവർത്തിയായി നിന്നുകൊണ്ട് താൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തീർക്കുന്ന വേലകളുടെ കണക്കെടുപ്പ് യജമാനൻ നോക്കുമ്പോൾ, അപ്പോസ്തലൻ രക്ഷിക്കപ്പെട്ട ദാസന്മാരുടെ ശ്രദ്ധയെ ഭൂമിയിലുള്ള യജമാന്മാരിൽ നിന്ന് സ്വർഗത്തിലുള്ള യജമാനിലേക്ക് തിരിക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇന്ന് വരെ ഭൂമിയിലുള്ള യജമാന്മാരെ മാത്രം നോക്കി ജീവിച്ച ഈ ദാസന്മാർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ശ്രദ്ധയെ ഈ ഭൂമിയിലുള്ള യജമാന്മാർ സമയാസമയങ്ങൾ കൊടുക്കുന്ന പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ച്, ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ശപിച്ചാലും വെറുത്താലും മാത്രം വേല ചെയ്ത് അവരുടെ ദൃഷ്ടിയിൽ മാത്രം കൊള്ളാവുന്നവരായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ദാസന്മാർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരോട് പറയുകയാണ്, ഇനിയും നിങ്ങളുടെ കണ്ണുകൾ, എന്താണ് 3-ാം അധ്യായം ആരംഭിച്ചപ്പോൾ നാം പറഞ്ഞത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കും. ഓരോരുത്തരെയും ഉയരത്തിലേക്ക് സമീപിക്കുക. ദാസന്മാരോട് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തി മാത്രം നോക്കുന്ന ഒരു യജമാനെ ആശ്രയിച്ചായിരുന്നു ഇതുവരെ നിങ്ങളുടെ ജീവിതമെങ്കിൽ, ഇനിയും നിങ്ങളുടെ ഹൃദയ നിലവാരം കൂടെ തൂക്കി നോക്കുന്ന ഒരു യജമാനൻ നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ദൈവമക്കളെ, ക്രിസ്ത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ രൂപാന്തരത്തിന്റെ അടയാളം അതാണ്. കൈകളുടെ പ്രവൃത്തി മാത്രം നോക്കുന്ന അതേ മനുഷ്യർ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ അതിനപ്പുറമായി അത് ചെയ്യുന്ന നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരം കൂടെ നോക്കി ന്യായാസനത്തിന് മുമ്പിൽ നമ്മളെ ന്യായം വിധിക്കുന്ന ഒരു യജമാനൻ സ്വർഗത്തിലൂടെ അറിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ പകയും പിണക്കവും, അതെ നമ്മുടെ ഹൃദയത്തിലെ ദേഷ്യവും, നമ്മുടെ ഹൃദയത്തിലെ വൈരാഗ്യവും, നമ്മുടെ ഹൃദയത്തിലുള്ള വൈഷമ്യവും ഒക്കെ മാറിപ്പോകും. കാരണം എന്തുവാ? ഭൂമിയിലുള്ള യജമാനെ മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരാൾക്ക് ഹൃദയത്തിൽ എന്ത് ചിന്തിച്ചോ ചെയ്യാൻ പറ്റും. പക്ഷെ സ്വർഗത്തിലുള്ള യജമാനെ ലക്ഷ്യം വെക്കുന്നവർക്ക് ഹൃദയം കൂടെ ശുദ്ധീകരിച്ചുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, ദാസന്മാരെ, ഭൂമിയിലുള്ള നിങ്ങളുടെ യജമാന്മാരെ എല്ലാ കാര്യത്തിലും അനുസരിക്കുക. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി അവർ കാണുമ്പോൾ മാത്രമല്ല, എല്ലാ സമയത്തും ആത്മാർത്ഥതയോടും ദൈവഭയത്തോടും കൂടെ അവരെ അനുസരിക്കുക. എന്നിട്ട് പറയാണ്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്ന പോലെ അല്ല, മനുഷ്യർക്ക് വേണ്ടി തന്നെയാ ചെയ്യുന്നത്. വാസ്തുവിൽ ഇവിടെ മാറ്റം വരുന്ന പ്രവർത്തിക്കല്ല, കാഴ്ചപ്പാടിനാ. കണ്ടിന്യൂയിങ് ദ സെയിം വർക്ക് ബട്ട് ചേഞ്ചിങ് ദ ഹാർട്ട്, ഡൂയിങ് ദ സെയിം വർക്ക് വിത്ത് എ ന്യൂ ഹാർട്ട്. ഒരു പുതിയ ഹൃദയത്തിന്റെ ഉടമയായി പഴയ പ്രവൃത്തി തന്നെ, പഴയ പ്രവൃത്തി ഉദ്ദേശിക്കുന്ന പഴയ ജോലി തന്നെ ചെയ്യും. ജോലി പഴയത് തന്നെ, പക്ഷെ ആള് പുതിയതായപ്പം മനോഭാവത്തിന് മാറ്റം വന്നു. ഈ മാറ്റമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ദാസൻ ആ സെയിം ജോലിയാ ചെയ്യുന്നേ, പക്ഷെ ഇപ്പോൾ അപ്പോസ്തലൻ പറയാം, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്ന പോലെയല്ല, കർത്താവിനെന്ന പോലെ ഹൃദയപൂർവം ചെയ്യുക. ഇതാർക്കേ പറ്റത്തുള്ളൂ? വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവവേദന മാത്രമേ സാധിക്കൂ. അല്ലാത്തൊരു പറയും, എന്ത് ഹൃദയം കൊടുക്കാനാ, എനിക്ക് സമയാസമയമുള്ള യജമാനന്റെ ആഹാരമോ വസ്ത്രമോ പ്രതിഫലമോ അല്ലെങ്കിൽ യജമാനൻ ലഭിക്കുന്ന ഈ കാര്യങ്ങൾ മുടങ്ങരുത്, അതുകൊണ്ട് ഇഷ്ടമോ ഇല്ലയോ ഒന്നും ഞാൻ നോക്കത്തില്ല, പിന്നെയോ എന്റെ ഗതികേടാണെങ്കിൽ ഞാൻ ഇത് ചെയ്യേ. പിന്നെ എന്ത് ചെയ്യാൻ? മാറിപ്പോകുമ്പം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രതികരിക്കുകയും, അടുത്തു വരുമ്പോൾ ഞാൻ എങ്ങനെ പ്രതികരിക്കും? അടുത്തു വരുമ്പോൾ
ദൃഷ്ടിയിൽ വരുമ്പോൾ ഞാൻ എൻ്റെ സേവനത്തെ ഏറ്റവും മികച്ചതാക്കി, യജമാനന്റെ കണ്ണ് എന്റെ മേലുള്ളപ്പോൾ എന്റെ വർക്ക്, എന്റെ പ്രവർത്തന രീതി എല്ലാം വളരെ കൃത്യമായിരിക്കും. യജമാനന്റെ കണ്ണു മാറിയാൽ എന്റെ പ്രവൃത്തിയും മാറും. കാരണം യജമാനന്റെ മുൻപിൽ എനിക്ക് വിശ്വസ്തനായി നിൽക്കണം. യജമാനൻ മാറുമ്പോൾ ഞാൻ വിശ്വസ്തയെ കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല എന്നുള്ള ദാസന്റെ മനോഭാവത്തിനാണ് ഇവിടെ മാറ്റം വരുന്നത്. ഇന്ന് രാത്രി ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും, നമ്മളൊരു ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, നമ്മൾ കുടുംബത്തിലായിരിക്കുമ്പോൾ, നാം മുതിർന്നവരെ അനുസരിക്കുമ്പോൾ, നമുക്ക് മുകളിലുള്ളവർക്ക് നാം വിധേയപ്പെടുമ്പോൾ, നമ്മുടെ കർത്താവിന് വിധേയപ്പെടുമ്പോൾ, മനുഷ്യർക്ക് വിധേയപ്പെടേണ്ട വരുമ്പോൾ, ഓരോ ഫംഗ്ഷൻ നാം ചെയ്യുമ്പോൾ ദൈവം ആദ്യം നോക്കുന്നത് നമ്മുടെ കൈകളുടെ പ്രവൃത്തിയല്ല, പിന്നെയോ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഹൃദയത്തിന്റെ നിലവാരത്തിന്. അതുകൊണ്ട് എപ്പോഴും ക്രിസ്ത്യൻ ജീവിതത്തിലെ വലിയൊരു മർമ്മം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്ത് ചെയ്യുന്നു എന്നുള്ളത് രണ്ടാമതേ നോക്കത്തുള്ളൂ, എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ. എന്ത് ചെയ്യുന്നു എന്നുള്ളത് രണ്ടാമത് നോക്കും, ഒന്നാമത് നോക്കുന്നത് എന്തുകൊണ്ട് നാം ഈ പ്രവൃത്തി ചെയ്യുന്നു, നമ്മുടെ ഹൃദയം എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്തമാണത്. അങ്ങനെ ഒരു മാറ്റം നമുക്ക് ഉണ്ടാകണമെങ്കിൽ അതിനാദ്യം ഉണ്ടാകേണ്ട മാറ്റം എന്നാണെന്നറിയാമോ, ചിന്ത എന്നാണെന്നറിയാമോ? സ്വർഗത്തിൽ നമുക്കൊരു യജമാനനുണ്ട്. ആ യജമാനൻ ഭൂമിയിലെ യജമാനെ പോലെ കൈകളുടെ പ്രവൃത്തി മാത്രമല്ല ശോധന ചെയ്യുന്നത്. കണക്കെടുപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് വല്ലതും പൊട്ടിയിട്ടുണ്ടോ, വീണിട്ടുണ്ടോ, തെറ്റിപ്പോയിട്ടുണ്ടോ, മോഷ്ടിച്ചിട്ടുണ്ടോ ഇല്ലയോ, എടുത്തിട്ടുണ്ടോ ഇല്ലയോ, ഇതൊക്കെ ഭൂമിയിലെ യജമാനൻ നോക്കാൻ പറ്റും. പക്ഷെ സ്വർഗത്തിലെ ഭൂമിയിലെ യജമാനന് ഈ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഹൃദയം വായിക്കാൻ പറ്റത്തില്ല. പക്ഷെ സ്വർഗത്തിലെ യജമാനന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു. ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന, അന്തരങ്ങളെ ശോധന ചെയ്യുന്ന ഒരു സ്വർഗീയ യജമാന്റെ കീഴിലാണ് ഞാനും നിങ്ങളും എന്നുള്ളത്. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഓർത്തുകൊള്ളുക, ഭാര്യയുടെ ധർമ്മം ചെയ്യുമ്പോൾ, ഭർത്താവിന്റെ ധർമ്മം ചെയ്യുമ്പോൾ, മക്കളുടെ ധർമ്മം ചെയ്യുമ്പോൾ, മാതാപിതാക്കളുടെ ധർമ്മം ചെയ്യുമ്പോൾ, ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ, ഏത് പദവി അലങ്കരിക്കുമ്പോഴും, ഏത് ഉത്തരവാദിത്വം ചെയ്യുമ്പോഴും, ആലയത്തിൽ ഒരു പണിക്ക് അതെ കൈ കൊടുക്കുമ്പോൾ, സഭയിൽ ഒരു ശുശ്രൂഷയ്ക്ക് സഹായിക്കുമ്പോൾ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അവിടെ ദൈവം നോക്കുന്നത് പാസ്റ്ററിന്റെ സാന്നിധ്യത്തിൽ കാണിക്കുന്ന ആ ഒരു എല്ലാത്തിനും ഞാനുണ്ട് എന്ന് കാണിക്കുന്ന മനോഭാവമാണോ, അതോ പാസ്റ്റർ മാറിപ്പോകുമ്പോൾ അതേ വിശ്വസ്തതയുണ്ടോ ദൈവം നോക്കും. പാസ്റ്റർ വരുമ്പോൾ ഞാൻ എല്ലാത്തിനും ഉണ്ടെന്ന് കാണിക്കുന്ന ഒത്തിരി പേര് സഭയിലുണ്ട്. നമ്മുടെ എല്ലാം പൊതുവേ ആരെങ്കിലും കണ്ടാൽ അത് അവരത് കണ്ടിട്ടുണ്ട് ഞാനത് ചെയ്തതെന്ന് കാണിക്കാൻ നമുക്ക് മുകളിലുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഏതാണ്ട് എല്ലാം നന്നായി ചെയ്യുന്നു എന്ന് പ്രിറ്റൻഡ് ചെയ്യുന്ന, നടിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇനി അത് പാടില്ല. ഇനി നമ്മൾ തീരുമാനിക്കേണ്ട ഇവണ്ണമാണ്, ആര് കാണുന്നു കാണുന്നില്ല എന്റെ വിഷയം. പിന്നെയോ ഞാൻ ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥതയും എന്റെ ഹൃദയ നിലവാരവും നോക്കുന്ന അതേ സ്വർഗത്തിലെ യജമാനൻ എനിക്ക് കർത്താവായി ഉള്ളത് കൊണ്ട് ഞാൻ എന്റെ ധർമ്മങ്ങളെ വിശ്വസ്തയോടെ ചെയ്യും. കാരണം ആ യജമാനൻ എനിക്ക് എന്തെങ്കിലും തന്നു വിടുകയല്ല, പിന്നെയോ തന്റെ സമ്പത്തിന്റെ ഓഹരിയെ പ്രതിഫലമായി വീതിച്ചു തരുവാൻ അവൻ വിശ്വസ്തനായ കർത്താവാണ്. അതാണ് നമ്മുടെ ഈ വർഷം അങ്ങനെ എഴുതിയിരിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, കർത്താവിന്റെ സമ്പത്തിന്റെ ഓഹരി നിങ്ങൾക്ക് പ്രതിഫലമായി ലഭിക്കുമെന്ന് അറിയുക. കാരണം കർത്താവായ ക്രിസ്തുവിനെയാണല്ലോ നിങ്ങൾ യഥാർത്ഥത്തിൽ സേവാക്കി ദൈവമക്കൾ ഓർത്ത് വെച്ചോണം. ഇന്ന് രാത്രി എല്ലാവരും അത് ഹൃദയത്തിന്റെ മാംസപ്പലയിൽ എഴുതി വെച്ചോണം. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, ഞാനൊരു ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, മകനായിരിക്കാം, അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, ശുശ്രൂഷകരായിരിക്കാം, വിവിധയിടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം. പക്ഷേ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട എന്റെ ജീവിതത്തിൽ വന്ന മാറ്റം ഇതാണ്, ഞാൻ എന്ത് ചെയ്താലും അത് ക്രിസ്തുവിന് എന്ന പോലെ ചെയ്യും. കാരണം ഞാൻ സേവിക്കുന്നത് ക്രിസ്തുവിനെയാണ്. എന്നിട്ട് അവിടെ പറയുകയാണ്, അപ്പം എല്ലാ പ്രവർത്തികളും എന്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം? നാം ക്രിസ്തുവിനെ സേവിക്കുന്ന അടിസ്ഥാനത്തിലും അവൻ പ്രതിഫലം തരാൻ ശക്തനെന്ന് വിശ്വസിച്ച് ചെയ്യണം. എന്താ ഇതിന്റെ മോട്ടിവേഷൻ? These verses encourage a motivation for service that goes beyond simply pleasing people. കേവലം
മനുഷ്യനെ അവരുടെ കാഴ്ചയിൽ പ്രസാദിപ്പിക്കുന്ന ജീവിതത്തിന് അപ്പുറമായി, ഇറ്റ്സ് അബൌട്ട് ഓണറിങ് ഗോഡ് ആൻഡ് റിസീവിങ് ആൻ ഇൻഹെറിറ്റൻസ് ഫ്രം ഹിം. ദൈവത്തെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, ദൈവത്തിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഈ ഇൻസ്ട്രക്ഷന്റെ മോട്ടിവേഷൻ. ഈ ഉപദേശത്തിന്റെ പിൻപിലുള്ള ചേതോ വികാരം എന്തെന്ന് ചോദിച്ചാൽ, കേവലം മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് ആത്മാർത്ഥയുള്ളത് കാണിച്ചു കൊടുക്കുന്ന പരിപാടിയിൽ നിന്നും മാറി, മനോഭാവത്തിൽ നിന്നും മാറി, അദൃശ്യനായ ദൈവത്തെ ആദരിച്ചുകൊണ്ട് അവനിൽ നിന്ന് പ്രതിഫലം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ അവനെ സേവിക്കും. ഏതൊരു സാഹചര്യത്തിലും ആര് കണ്ടാലും കണ്ടില്ലേലും, ആര് പുകഴ്ത്തിയാലും പുകഴ്ത്തിയില്ലെങ്കിലും, അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, ഉയർത്തിയാലും താഴ്ത്തിയാലും നിന്ദിച്ചാലും മാനിച്ചാലും ദൈവത്തെ ഞാൻ ആദരിക്കും. എന്റെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ഒരു യജമാനൻ എനിക്ക് സ്വർഗത്തിലുണ്ട്. അവന്റെ സമ്പത്തിന്റെ ഓഹരി വിഭാഗിക്കുമ്പോൾ അവന്റെ ന്യായാസനത്തിന് മുമ്പിൽ എന്റെ കൈകൾ ബലപ്പെട്ടിരിക്കും. 25-ാം വാക്യം, അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷം. അതുപോലെ തന്നെ തെറ്റ് ചെയ്തവന് താൻ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷ കിട്ടും. ദൈവത്തിന് പക്ഷപാതം, അതായത് രണ്ട് രീതിയിലുള്ള എടുത്തോ. യജമാനൻ ദാസനോട് ചെയ്താലും, ദാസൻ ഭാര്യ ഭർത്താവിനോട് ചെയ്താലും, ഭർത്താവ് അപ്പൻ മക്കളോട് ചെയ്താലും, മക്കൾ. സിമ്പിൾ. ഈ മുകളിൽ പറഞ്ഞ ഈ ധർമ്മങ്ങളിൽ, ഈ റോളുകളിൽ, ഈ വേരിയസ് റോൾസിൽ നാം ക്രിസ്തുവിന്റെ മനോഭാവത്തിലേക്ക് മാറി വരുന്നില്ല എങ്കിൽ, വചനം വ്യക്തമായി പറയുന്നു, അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിനൊത്തതു പ്രാപിക്കും. കേട്ടുകൊള്ളുക. ഭാര്യയോട് പരുഷമായി പെരുമാറി ക്രിസ്തു സഭയെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാനുള്ള ഒരു തുടക്കം പോലും കുറിക്കാതെ ഈ ലോകത്തിന് അനുരൂപരായി അതുപോലൊരു ഭർത്താവാണെങ്കിൽ ആ അന്യായത്തിന് തക്ക ശിക്ഷ ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കും. തിരിച്ചു ഭാര്യ സഭയെ പോലെ ക്രിസ്തുവിനായിരിക്കേണ്ട ഭാര്യ ഭർത്താവിന്റെ തക്ക തുണയായി, സഹായിയായി, അതെ, ആ ബഹുമാനത്തോടെ, വിധേയത്വത്തോടെ ഭാര്യ ജീവിക്കുന്നില്ലെങ്കിൽ ആ അന്യായത്തിന് തക്ക ശിക്ഷ ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കും. ദൈവത്തിന് മുഖപക്ഷമില്ല. മക്കളോട് കോപത്തോടും ക്രോധത്തോടും പെരുമാറി അവരെ പ്രകോപിപ്പിച്ച് നിരാശരാക്കി അധൈര്യപ്പെടുത്തി അവരുടെ ജീവിതത്തെ തകർത്ത് കളയാൻ കാരണക്കാരായാൽ ദൈവത്തിൽ ആ പിതാവിന്, ആ മാതാവിന് തക്ക ശിക്ഷ കിട്ടിയിരിക്കും. അപ്പനെ അമ്മയെ അനുസരിക്കാതെ ലോകപ്രകാരമുള്ള മക്കളെ നോക്കി ജീവിച്ചിട്ട് മാതാപിതാക്കൾക്ക് വിധേയപ്പെടാതെ ജീവിക്കുന്ന മക്കൾക്ക് അന്യായം ചെയ്തതിന് തക്ക ശിക്ഷ ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കും. മുഖപക്ഷമില്ല. ദാസന്മാരോട് ഒരു കരുണയും കൂടാതെ ക്രൂരമായി, പരുഷമായി, മൂർഖന്മാർക്ക് പോലും കീഴ്പ്പെടുവാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം ദൈവം മൂർഖന്മാരെ അറിയുന്നില്ലെന്നല്ല. കഠിനമായി തന്റെ സബോർഡിനേറ്റ്സിനോട് പെരുമാറുന്ന എല്ലാ ബോസുമാരെയും, എല്ലാ ക്രിസ്തീയ യജമാന്മാരെന്ന് പറയുമ്പോൾ, അന്നത്തെ കാലത്ത് യജമാനാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏത് പദവി അലങ്കരിക്കുമ്പോഴും അത് ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ തന്റെ കീഴുള്ളവരോട് അന്യായമായി പെരുമാറുന്ന ഏത് ക്രിസ്തീയ വിശ്വാസിക്കും അന്യായം ചെയ്തതിന് തക്കവണ്ണം ദൈവത്തിന് ശിക്ഷ കിട്ടിയിരിക്കും. മുഖപക്ഷമില്ല. യജമാനന്മാരോട് വിശ്വസ്ത കാണിക്കാതെ, മുകളിലുള്ളവരോട് വിശ്വസ്ത കാണിക്കാതെ, ഓഫീസിൽ വിശ്വസ്ത കാണിക്കാതെ, കളവ് ചെയ്ത് ദൃഷ്ടി കാഴ്ചയിൽ മാത്രം വിശ്വസ്തെന്ന് നടിക്കുന്നവർക്ക് അന്യായം ചെയ്ത ഓരോരുത്തർക്കും ദൈവത്തിന് ശിക്ഷ കിട്ടിയിരിക്കും. ദൈവത്തിന് മുഖപക്ഷമില്ല. അങ്ങനെയാണെങ്കിൽ നാം എന്തിനു വേണ്ടി ഒരുങ്ങുന്നത്? അപ്പം രണ്ടും പറയുന്നേ അപ്പോസ്തലന് അറിയാം. എന്നറിയോ? കർത്താവിന്റെ സമ്പത്തിന്റെ ഓഹരി മാത്രം പ്രതീക്ഷിച്ച് വൈൻഡപ്പ് ചെയ്യുകയല്ല, ന്യായമായി, ഹൃദയപൂർവമായി, ആത്മാർത്ഥമായി
ദൃഷ്ടി കാഴ്ചയിലുള്ള അതെ പ്രസാദിപ്പിക്കുന്ന പരിപാടിയല്ല. അദൃശ്യനായ ദൈവത്തെ നോക്കിക്കൊണ്ട് യേശു ക്രിസ്തുവിനെ സേവിച്ചുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ക്രിസ്തുവിന്റെ സമ്പത്തിന്റെ ഓഹരി ലഭിക്കുമെങ്കിൽ അതിനൊരു മറുവശമുണ്ട്. അങ്ങനെ ചെയ്യാത്തവർക്ക് അതേ ക്രിസ്തുവിൽ നിന്ന് അന്യായത്തിനോ തക്കവണ്ണം ശിക്ഷ. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു, ദൈവത്തിന് മുഖപക്ഷം. അടുത്ത വാക്കുകൂടെ വായിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തും, എന്റെ സമയം കഴിഞ്ഞു. യജമാന്മാരെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ യജമാനൻ ഉണ്ടെന്നോർത്ത് ദാസരോട് നീതിയും ന്യായവും. നീതിയും. എന്റെ വാക്കുകളെ നിർത്തും, നമ്മൾ പ്രാർത്ഥിക്കാനായിരുന്നു. ദാസരോട്, നമ്മുടെ കീഴിലുള്ളവരോട്, നമ്മളൊരു വീട്ടിൽ ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പൊസിഷനിൽ നമുക്ക് നമ്മളുടെ കീഴിൽ ദൈവം ഒരാളെ ആക്കി വെച്ചാൽ, നമ്മുടെ ജോലി സ്ഥലത്തായിക്കോട്ടെ, ഭവനത്തിലായിക്കോട്ടെ, നമ്മുടെ ഉത്തരവാദിത്തത്തിൽ ആക്കി വെച്ചാൽ അവിടെ നീതിയും ന്യായവും പുലർത്താതിരുന്നാൽ പിന്നെ അന്യായമാണ് പുലർത്തുന്നെങ്കിൽ അവർക്ക് കിട്ടുന്ന ക്രിസ്തുവിന്റെ സമ്പത്തിന്റെ ഓഹരി അല്ല. യജമാന്മാർ, രക്ഷിക്കപ്പെട്ട യജമാന്മാരെ, നിങ്ങൾ ഇനിയും മൂർഖന്മാരെ പോലെ നിങ്ങളുടെ ദാസന്മാരുടെ ഇടപെടരുത്. പക്ഷെ ദാസന്മാരോട് പറയുമ്പോ എന്ത് പറയും? യജമാന്മാർ മൂർഖന്മാരാണെങ്കിലും നിങ്ങൾ അവർക്ക് കീഴടങ്ങണം. കാരണം നിങ്ങൾ അവരെ മാറ്റിയിട്ടല്ല നിങ്ങൾ മാറേണ്ടത്. നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന് വേണ്ടി മാറണം. അവരെ മാറ്റാൻ ദൈവം ശക്തനാ. ഇന്ന് രാത്രി എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഭർത്താവേ, ഭാര്യയുടെ സ്വഭാവം എല്ലാ രീതിയിലും നീ പ്രതീക്ഷണത്തോളം മാറിയിട്ടല്ല നീ മാറണ്ടേ. ഭാര്യയെ, ഭർത്താവിന്റെ നിന്റെ പ്രതീക്ഷക്കത്ത ഭർത്താവായി തീരുമല്ല നീ മാറണ്ടേ. മക്കളും അപ്പനും ശ്രദ്ധിച്ചോണം. എല്ലാവരും നാം ക്രിസ്തുവിനെന്ന പോലെ നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവേശുവിന്റെ മനോഭാവത്തോടെ ഏകീഭവിക്കാൻ നമുക്ക് രൂപാന്തരത്തിനായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളോട് ബന്ധപ്പെട്ടവരെ അടിമുടി മാറ്റിമറിക്കുവാൻ ദൈവം ശക്തനാണ്. പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ ഒരു യജമാനുണ്ടെന്ന് ഉറപ്പുള്ളവർ പ്രാർത്ഥനയ്ക്കായിട്ട് തങ്ങളെ സമർപ്പിച്ചാട്ടെ. അതോ ഈ ഭൂമിയിൽ കാണുന്നവർക്കും മാത്രം അതോ പറയാനൊക്കെ എളുപ്പം. മനുഷ്യർ കാണുമ്പോൾ വേണം രണ്ട് നല്ല കാര്യം ചെയ്യാൻ, അപ്പോഴല്ലേ അവർ അംഗീകരിക്കത്തുള്ളൂ, അപ്പോഴല്ലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരേണ്ട കാര്യമില്ല. നമുക്ക് സമർപ്പിച്ചിട്ടും കാര്യം അല്ല. സ്വർഗത്തിൽ ഒരു യജമാനുണ്ട്. എനിക്ക് ആ യജമാനെ പ്രസാദിപ്പിക്കണം. പണ്ട് എന്റെ ഉദ്ദേശം അതല്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് അദൃശ്യനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ ക്രിസ്തുവിനെ എനിക്ക് സേവിക്കണം. സ്വർഗത്തിൽ എനിക്ക് യജമാനുണ്ട്. ആ കർത്താവിന്റെ സമ്പത്തിന്റെ ഓഹരിക്ക് എനിക്ക് അവകാശിയായി തീരണം. എന്നെ ഏത് റോളിലാണ് ആക്കി വെച്ചിരിക്കുന്നത് അവിടെ എനിക്ക് ഹൃദയപൂർവം, എനിക്ക് ആത്മാർത്ഥതയോടെ എനിക്ക് പെരുമാറണം. എനിക്ക് ആളെ കാണുമ്പോൾ പുകഴ്ത്താനും ഒരു മാറിപ്പോകുമ്പോൾ ഇവനെ പോലെ ഒരു ദുഷ്ടൻ വേറെ ഇല്ലെന്ന് പറയുന്ന ഇരട്ടത്താപ്പിന്റെ അതേ അന്യായത്തിന്റെ സ്വഭാവം എനിക്ക് ഉണ്ടാകരുത്. കാരണം രണ്ട് കാര്യം ദൈവം ചെയ്യും. ഒന്നെങ്കിൽ അവന്റെ സമ്പത്തിന്റെ ഓഹരിക്ക് അവകാശിയാകും, ഇല്ലെങ്കിൽ മുഖപക്ഷമില്ലാത്ത ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് നാം പാത്രമായി. രണ്ടിലൊന്ന് സത്യമാ. ഇതിലേതിൽ നമ്മൾ ഉൾപ്പെടും. നമുക്ക് സമർപ്പിക്കുക വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകും.